أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهام ومن كل عين لام. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله الفائزين برضا الله أما بعد. ബഹുമാന്യരായ നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ സകല ദോഷങ്ങളെയും പുറത്തു തരുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ മാസത്തിലാണ് നമ്മളൊക്കെ നമ്മുടെ ദിവസങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൗമു ലീ വഅന അജ്സി ബിഹി. പരിശുദ്ധ റമളാൻ മാസം നോമ്പ് പിടിക്കുന്നത് അത് എനിക്ക് വേണ്ടിയാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അത് 10 ഇരട്ടി 700 ഇരട്ടിയല്ല, അതിനെക്കാളും എണ്ണയാൽ തീരാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്, അതിന് കണക്കില്ല. അതാണ് റമളാൻ മാസത്തിൽ അല്ലാഹു നൽകിയ ശ്രേഷ്ഠത. എന്തിനാണ് നമ്മൾക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് പാവപ്പെട്ടവന്റെ വിശപ്പറിയാനല്ല, നിങ്ങളുടെ ശരീരത്തിലെ ദുർമേധസ്സുകളെ കളഞ്ഞ് നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു പിടിക്കാനല്ല. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഈ നോമ്പ് കഴിയുമ്പോൾ നമ്മൾ തഖ്വയുള്ളവരാകണം, നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി ലഭിക്കണം. പരിശുദ്ധ റമളാൻ മാസം കഴിയുമ്പോൾ അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരണം. അഥവാ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തന്നില്ലെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് ആമീൻ എന്ന് പറയുകയും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും ചെയ്ത പാപികളിൽ നമ്മളും പെട്ടുപോകും മിനിങ്ങളെ. മഹാനായ ഗസാലി ഇമാം പരിശുദ്ധ റമളാൻ മാസം നമ്മുടെ നോമ്പ് സ്വീകാര്യമാകാൻ 6 കാരണങ്ങൾ എണ്ണിത്തരുന്നുണ്ട്. 1, ഗള്ളുൽ ബസ്വർ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കണം. ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, TV പോലെ ചാനലുകളും സിനിമകളും സീരിയലുകളും കാണുന്നത് പോലെ ഹറാമായിട്ടുള്ള അന്യ സ്ത്രീകളെ കാണൽ, വേണ്ടാത്ത വസ്തുക്കളിലേക്ക് നമ്മുടെ കണ്ണിനെ നമ്മൾ ഓടിക്കൽ പാടില്ല മുഅ്മിനേ. അഥവാ നമ്മുടെ നോമ്പ് സ്വാലിഹീങ്ങളുടെ നോമ്പിൽ പെട്ടുപോകൂല. രണ്ടാമതായി പറഞ്ഞത് ഹിഫ്ളുൽ ലിസാൻ, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഗൈബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. നമ്മുടെ ഈ പകലിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സ്വാലിഹീങ്ങളുടെ നോമ്പിൽ നമ്മുടെ നോമ്പ് പെടുകയില്ല. മൂന്നാമതായി പറഞ്ഞത് നമ്മുടെ ചെവിയെ നിയന്ത്രിക്കാനാണ്. ആരെങ്കിലും ഗീബത്ത് പറയുമ്പോ, കളവ് പറയുമ്പോ, ചീത്ത പറയുമ്പോ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയണം. നാലാമത് പറഞ്ഞത് നമ്മുടെ കൈകാലുകളെയും മറ്റുള്ള അവയവങ്ങളെയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കണം. ഹറാമായ ചാറ്റിംഗ് പാടില്ല, ഹറാമായിട്ടുള്ള സംസാരങ്ങൾ പാടില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അഞ്ചാമതായി മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണമാണെങ്കിലും ശരി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം അത് ഹലാലായതിൽ നിന്ന് നിറച്ച വയറാണ്. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം വരെ വയറ് നിറയെ കഴിക്കാൻ പാടില്ല, നിയന്ത്രിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, പിശാച് മനുഷ്യന്റെ ഞരമ്പുകളിലൂടെ കയറിക്കൂടും. അതുകൊണ്ട് പിശാച് കയറുന്ന വഴികളെ വിശപ്പ് കൊണ്ട് നിങ്ങൾ കൊട്ടിയടക്കണേ, കയറാൻ വിടല്ലേ. അവിടെ കയറിയാലാണ് നമ്മൾ മോശമായ വഴികളിലേക്ക്, വേണ്ടാത്ത വഴികളിലേക്ക് കടന്നു പോകുന്നത്. വിശന്നാൽ തിന്മയെക്കുറിച്ച് ചിന്തയുണ്ടാവൂല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആറാമതായി പറഞ്ഞത് മഗ്രിബ് വാങ്ക് വിളിച്ച് നോമ്പ്
തുറന്നാലുടനെ അള്ളാഹുവേ എൻ്റെ നോമ്പ് നീ സ്വീകരിക്കുമോ, എന്തെങ്കിലും പിഴവുകൾ വന്നു പോയോ എന്നൊരു പേടി. അതേപോലെ ഞാൻ എൻ്റെ നോമ്പ് സ്വീകരിച്ചാൽ നാളെ സ്വർഗലോകത്തുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും. ആ ഒരു പ്രതീക്ഷയും മനസ്സിലേക്ക് കടന്നു വരണം. ഈ 6 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ, ഇത് സൂക്ഷിച്ചാൽ, അയാളുടെ നോമ്പ് സ്വാലിഹീങ്ങളിൽ പെടുകയും അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യും. റമളാൻ കഴിയുമ്പോൾ മാറ്റമുണ്ടോ, നിസ്കാരമുണ്ടോ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ നമ്മൾ ഈ നോമ്പ് നോൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളുടെ നോമ്പിൽ നമ്മുടെ നോമ്പ് പെടുത്തും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين